കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. തന്റെ മകനും മകളും ആകുവാൻ കർത്താവായ യേശു ക്രിസ്തു ഓരോരുത്തരെയും വിളിക്കുകയാണ്. സ്നേഹമുള്ളവരെ, തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിനെ അഴിച്ചുകൊണ്ടുവരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. സ്നേഹമുള്ളവരെ, ഇന്ന് അന്ധകാര ശക്തികളുടെ ബന്ധനത്തിലായിരിക്കുന്നവരെ വിടുവിക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. കർത്താവിന് അവരെ ആവശ്യമുണ്ട്. മാനസികമായും ശാരീരികമായും പീഡനങ്ങൾ അനുഭവിക്കുന്നവരുടെ കെട്ടുകൾ അഴിക്കുവാൻ കർത്താവ് കടന്നു വരുന്നു. ലാസറിന്റെ കെട്ടുകളെ അഴിച്ച് മരണത്തിന്റെ ബന്ധനത്തെ തകർത്തു മാറ്റിയ കർത്താവ് മരണഭയത്തോടെ ജീവിക്കുന്നവരെ രക്ഷിക്കുവാൻ കടന്നു വരികയാണ്. സ്നേഹമുള്ളവരെ, പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്നവരെ വീണ്ടെടുക്കുവാൻ, മടുത്തുപോയ ജീവിതങ്ങളെ പുതുക്കിപ്പണിയുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. ജെറുസലേമിന്റെ കവാടത്തിലൂടെ കടന്നുവന്ന ക്രിസ്തു രാജാവിന്റെ അത്ഭുത പ്രവൃത്തികളെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കെട്ടുകൾ അഴിക്കുന്നതിനായി അനേകം ദൂതഗണങ്ങളോടൊപ്പം നമുക്കും സർവശക്തനായ കർത്താവിനെ സ്തുതിക്കാം. സർവസൈന്യാധിപനായ കർത്താവായ യേശുവിന്റെ തിരുമുമ്പിൽ നമ്മുടെ സകല പ്രാർത്ഥനകളും നമുക്കിന്ന് സമർപ്പിക്കാം. സർവത്തിന്റെയും അധികാരിയായ കർത്താവ്, സർവനാമത്തിന് മേലായ നാമമുള്ള കർത്താവായ യേശുവെന്ന ഏകദൈവം, ആ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ സകല ആവശ്യങ്ങളെ സമർപ്പിക്കാം. ഈ നിമിഷം നമുക്ക് അവിടത്തെ പാടി സ്തുതിക്കാം. സൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, ആമേൻ. സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു, ഹല്ലേലൂയ. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാധിരാജനെ, കർത്താധികർത്തനെ, മാത്രമമർത്യത ഉള്ളവനെ, ധീരനാം ദൈവമേ, അത്ഭുതമന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. ഹല്ലേലൂയ. ധീരനാം ദൈവമേ, അത്ഭുതമന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു. നമ്മെ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് നമ്മുടെ കർത്താവ് നയിക്കും. നമ്മുടെ മുമ്പിൽ അടഞ്ഞുകിടക്കുന്ന അനുഗ്രഹത്തിന്റെ വാതിലുകൾ കർത്താവായ യേശു ഇന്ന് നമുക്കായി തുറന്നു തരും. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിനെ വിളിക്കാം. അവിടുത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. യേശു ഇന്നുമെന്നും നമ്മെ സഹായിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൻ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും സൗരഭ്യമായി നമ്മെ അയച്ചിടും. ഹല്ലേലൂയ. ക്രിസ്തുയേശു ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും സൗരഭ്യമായി നമ്മെ അയച്ചിടും. ദേശം തുറന്നിടും, വഴി ഒരുക്കിടും, അമ്രവാദിലും തകർത്തിടും. ദേശം തുറന്നിടും, വഴി ഒരുക്കിടും, അമ്രവാദിലും തകർത്തിടും. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ
യേശു. നമ്മുടെ കർത്താവായ യേശുവിനെ ഈ പ്രഭാതത്തിൽ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹൃദയം തുറന്ന് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം, അവിടത്തേക്ക് സ്തോത്രം ചെയ്യാം. അവിടുന്ന് തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നയിക്കും, നമ്മെ നിറയ്ക്കും. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. ഓ യേശുവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. വാഖായും താഴ്വരയോ ബറാഖായിടുമേ. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. വാഖായും താഴ്വരയോ ബറാഖായിടുമേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധനാം ആത്മാവിനാൽ. ഹല്ലേലൂയ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധനാം ആത്മാവിനാൽ. സർവ്വസൈന്യാധിപൻ യേശു, ഓ യേശുവേ, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ ഹല്ലേലൂയ. സർവശക്തനാകും യേശു. ആമേൻ, ആമേൻ. സർവസൈന്യാധിപൻ ഓ യേശു, യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാധിരാജനെ, കർത്താധികർത്തനെ, മാത്രമമർത്യതയുള്ളവനെ, ആമേൻ. വീരനാം ദൈവമേ, അത്ഭുതമന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ, അത്ഭുതമന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. യേശു നല്ലവൻ, ദയവുള്ളവൻ, ജയവീരനാം സൈന്യാധിപൻ. ആമേൻ. നല്ലവൻ, ദയവുള്ളവൻ, ജയവീരനാം സൈന്യാധിപൻ. ഇന്നും കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നമ്മെ സകല ബന്ധനങ്ങളിൽ നിന്നും കർത്താവ് വിടുവിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.